കേസേ രേണുവിന് എന്തോ രോഗാവസ്ഥ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കേസ്. അപ്പോൾ നമുക്കത് നോക്കി നോക്കട്ടാ. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ലേഡി തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ഭർത്താവ് സുധി കൊല്ലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. സുധി കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മിമിക്രിയും കഴിവും ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ രേണു സുധി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രേക്ഷകരെ ഇപ്പോഴേ എങ്ങനെ തെരുവിളിപ്പിക്കാം എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദയ അച്ചു എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരമാണ്. അവരിപ്പോഴും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഞാൻ രേണു സുധിയെ ഒന്നും പറയത്തില്ല. കാരണം രേണു സുധിയെ പറ്റിയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാനിടയായി. സുധിയുടെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ സുധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കൊച്ചുണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവര് ഡിപ്രഷനിലേക്ക് പോയിരുന്നു. ഞാനാണ് അവരെ രക്ഷിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ദയ അച്ചു പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന്റെ അവസ്ഥ എനിക്കറിയാം, ഞാനും ഇതിന്റെ ഒരു ചെറിയ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണോ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞപ്പോഴത്തെ കേസ് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നു, ഭയങ്കര തീവ്രമായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഗൈസ്? ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ ദിവ്യ ജോണി എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യമൊക്കെ. അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ദയ അച്ചു പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ട് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ ദയ അച്ചു വിവാഹമോചനമൊക്കെ കഴിഞ്ഞു, ഭർത്താവിന്റെ കൂടെയാണ് മക്കളൊക്കെ താമസിക്കുക. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വേറൊരു ബന്ധം നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ വരുന്നതും. അയാൾ പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ദയാച്ചു പറയുന്നത്. ഏതായാലും ദയാച്ചു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടതിന് ശേഷം നമുക്കതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. രേണു സുധി, ഞാനിപ്പോ ഒരു വീഡിയോ ഇതിനു മുന്നേ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് പിന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ കാണണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ. അപ്പം കൊല്ലം സുധിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂവില് രേണുവിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഭാര്യ അഥവാ രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ കിച്ചു ആദ്യത്തെ കുട്ടി